ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. ഇറ്റ് വാസ് എ ബാഗ് അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വരിക എന്ന് പറയുന്ന കാര്യം ദാറ്റ് വാസ് നോട്ട് ആൻ ഈസി തിങ് ഫോർ മീ. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ദുബായ് വരെ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഞാനായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് എത്തിയത്. ആൻഡ് ഓസ്ട്രേലിയയിൽ ഞാൻ പെർത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ മാൻറ്റുറ എന്ന് പറയുന്ന സിറ്റിയിലാണ് താമസിക്കുന്നത്. ആൻഡ് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ECUവിലാണ് ഞാൻ ചെയ്യുന്നത്, മൈ മാസ്റ്റേഴ്സ് ആർ ഡൂയിങ്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഓസ്ട്രേലിയയിലേക്ക് വരിക എന്നുള്ളത്. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുബായ് വരെയും. കാരണം പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് നാട്ടിലേക്ക് വരാനായിട്ടാണെങ്കിലും അതാണ് കുറച്ചും കൂടി എളുപ്പം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയത്. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതല്ല ഗോഡ് എനിക്ക് തരാനുള്ളത്. ദൈവം എൻ്റെ അടുത്ത് പറയും, നീ ആഗ്രഹിക്കുന്നത് മാറ്റി വെച്ചേക്ക്, ഞാൻ തരാം എന്നുള്ളൊരു രീതിയാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. എനിവേ, അപ്പം ഞാൻ എൻ്റെ യാത്ര ഞാൻ കഴിഞ്ഞ അതായത് ഈ മാസം 18th സൺഡേ, ജൂൺ 18th ഞാൻ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയത്. ഞാൻ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കുറേ എൻ്റെ കസിൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു. മമ്മി കരയുന്നുണ്ടായിരുന്നു, പപ്പ കരയുന്നുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ആൻറ്റിമാർ ഇതേപോലെ ലൈക്ക് കരയില്ല ആ ഒരു രീതിയിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ ചേച്ചി, അതായത് സിസ്റ്റർ ഇൻ ലോ, പുള്ളിക്കാരത്തെയും കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നിന്നയിച്ചത്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, ബിക്കോസ് ഹറി ബറി തിങ് ആയിരുന്നു. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, ഊബർ വിളിച്ചു. ആൻഡ് പപ്പ കാർ എടുത്തില്ല, ഞങ്ങൾ ഊബറിനാണ് പോയത്. അങ്ങനെ പോയി. ഞാൻ എന്തൊക്കെയോ മറന്നോ അല്ലെങ്കിൽ മറന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഞാൻ ഡോളറാക്കി വെച്ചത്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പി ഡോളറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ഞാൻ പത്തടിപ്പാലം എത്തിയപ്പോൾ, ഞാൻ ബേസിക്കലി എറണാകുളംകാരിയാണ്, കലൂര്. ഞാൻ പത്തടിപ്പാലം എത്തി, അതായത് ഇടപ്പള്ളി കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഓക്കെ ഞാൻ ഡോളർ എടുത്തിട്ടില്ല. ഞാനിങ്ങനെ, പപ്പ ഞാൻ ഡോളർ എടുത്തില്ല. പപ്പ വാസ് ലൈക്ക്, നീ എന്താ പറയണത്, വി ഹാവ് ഗോട്ട് ലെസ് ടൈം. ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ലേറ്റ് ആയിട്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് എല്ലാം എൻ്റെ അങ്കിള് കൊണ്ടുവന്നത് തന്നു, വീട് തുറന്നിട്ട് അത് എടുത്ത് തന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു. ആൻഡ് എനിക്ക് കിട്ടിയ ഊബർ ഏട്ടൻ ഭയങ്കര നല്ല ചേട്ടനായിരുന്നു. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി എയർപോർട്ടിലെത്തി. ആൻഡ് പിന്നെ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് ഉള്ളിലേക്ക് കയറി. സോ ഐ വാസ് ലൈക്ക്, എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ എന്താ ചെയ്യുന്നത്. ഞാൻ പോവുകയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇനി എപ്പോഴാണ് ഇവരെ കാണുന്നത്. കാരണം മമ്മിയും പപ്പയും മാത്രമേ എൻ്റെ കൂടെ അക്കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മമ്മിയും പപ്പയും പുറത്ത് നിൽക്കുന്നു, ഞാനിവിടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി അവിടെ നോക്കിയിട്ട് ഞാൻ വേറൊരു ലോകത്തായിരുന്നു. ഞാൻ ഇങ്ങനെ ടാറ്റ എന്ന് പറയുകയാണ് ചെയ്തത്. ബൈ, നാളെ കാണാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ബൈ പറഞ്ഞു. പക്ഷെ പിന്നെ ബോർഡിംഗ് പാസ് കിട്ടി. ഞാൻ ആ ഒരു ചെയറിലിരുന്നു, അതായത് ഗേറ്റിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞിരുന്നപ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്കിരിക്കുക. എന്തൊക്കെയോ മനസ്സിൽ കൂടി പോകുന്നു. ഇടക്കിടക്ക് മമ്മി വിളിക്കുന്നുണ്ട്, പപ്പയും മമ്മിയും വിളിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ, ആരെങ്കിലും കിട്ടിയോ പെർത്ത്. കാരണം എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്നായിരുന്നു പെർത്ത്. സിംഗപ്പൂർ ഇസ് എ വെരി ബിഗ് flight, I mean airport, I'm sorry, a very big airport. അപ്പം എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കാകെ 1 hour ലേ ഓവർ ഉണ്ടായിരുന്നുള്ളൂ. യൂഷ്വലി 3 hours ഒക്കെ ഉണ്ടെങ്കിൽ വി ഹാവ് ലോട്ട് ഓഫ് ടൈം. കാരണം സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എയർപോർട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അടുത്ത ഫ്ലൈറ്റ് എടുക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഞാനിപ്പം എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ഡിലേ ആയി. കാരണം ഞാൻ കയറിയ അന്ന് നല്ല മഴയുണ്ടായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ സൂപ്പർ മഴ. ഞാനിങ്ങനെ പടക്കം പൊട്ടണ പോലെയൊക്കെയായിരുന്നു ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ താങ്ക്ഫുള്ളി ഞാൻ സിംഗപ്പൂരിൽ എത്തി കഴിഞ്ഞ്
ഞാനിങ്ങനെ എല്ലാം റെഡിയായിരുന്നു. പക്ഷെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച ഫുഡ് ഒട്ടും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. മേ ബി ഞാൻ നോൺ വെജ് അല്ല ഓർഡർ പ്ലേസ് ചെയ്തത്, ഞാൻ വെജാണ്. കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വാട്ട് ഇഫ് നോൺ വെജ് കഴിച്ചിട്ട് എനിക്ക് വയർ അപ്സെറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെജ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഞാൻ അത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഞാൻ പ്ലേസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടിയില്ല. കാരണം ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് വിൻഡോ സീറ്റ് വേണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു, പക്ഷെ ഞാൻ ആ ടൈമിൽ അത് വിട്ടുപോയി. ഞാൻ ആദ്യം ചോദിച്ചത് അവിടെ ചെന്നിട്ട് വെദർ എനി ഫാമിലി ഈസ് ഫ്ലൈയിങ് ടു പെർത്ത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. കാരണം എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം. അപ്പോൾ എനിക്ക് എയർപോർട്ട് ഏത് ഗേറ്റാന്നുള്ളത് എനിക്ക് അറിയണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനായിരുന്നു. അപ്പം ഞാൻ വന്ന് പെട്ടത് മിഡിലായിരുന്നു. ഇപ്പുറത്തൊരു ചേട്ടൻ, ഇപ്പുറത്തൊരു അങ്കിൾ. ഐ കുഡൻറ്റ് മൂവ് ടു എനിവെയർ. ലൈക്ക് ഞാൻ എൻ്റെ ബാഗൊക്കെ മേളിൽ കയറ്റി വെച്ചു, പക്ഷെ അത് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് വെച്ചത്. ഐ കുഡൻറ്റ് മൂവ് എനിവെയർ. സോ ഞാൻ ഇങ്ങനെ ഉറങ്ങും. ഐ ഹാവ് നെക്ക് റെസ്റ്റ്. ഞാനപ്പോൾ ഇങ്ങനെ കിടക്കും. പക്ഷേ ഇറ്റ് വാസ് നോട്ട് എ ഈസി ട്രാവലിംഗ്. അപ്പോൾ അങ്ങനെ നമുക്ക് സംസാരിച്ചിരിക്കാനും ആരുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ എം നോട്ട് ഗെറ്റിംഗ് നെറ്റ്. അത്ര നേരം ഞാൻ പപ്പനോട് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഇറ്റ്സ് ഫൈൻ. പക്ഷെ വൺസ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഓപ്ഷൻ ഇല്ല. ഐ വാസ് ഓൾ എലോൺ വിത്ത് സം സ്ട്രേഞ്ചേഴ്സ്. എനിക്കിങ്ങനെ എന്താ ഞാൻ ചെയ്യുക? എനിക്ക് കരച്ചിൽ വരുന്നു. ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ ഞാൻ ശരിക്കും വിഷമിച്ച്. ഇനി ഞാൻ എപ്പോൾ നാട്ടിലേക്ക് എത്താം? ഇനി ഇതുപോലെ തന്നെ ട്രാവൽ ചെയ്യണ്ടേ? അതാണ് വേറൊരു കൺസേൺ ഉണ്ടായിരുന്നത്. ഓക്കെ, അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ അത് തന്നെ ട്രാവൽ ചെയ്തിട്ട് വേണം ഇവരൊന്ന് കാണണമെങ്കിൽ. അതെപ്പോൾ എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. സോ എനിക്ക് ഭയങ്കര വിഷമമായി. ഇത്ര കഷ്ടപ്പെടുന്ന എന്തിനാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഞാൻ മനസ്സുകൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സിംഗപ്പൂർ ഇറങ്ങി. ഞാൻ അടുത്ത ഫ്ലൈറ്റ്, കാരണം ഡിലേ ആയായിരുന്നു. അപ്പം ഞാൻ ഓടാണ്. എൻ്റെ കയ്യിൽ ഒരു 7 kg ബാഗുണ്ട്. കാരണം ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, ലാപ്ടോപ്പിൻ്റെ ചാർജർ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞാൻ ഓടാം. ആൻഡ് നമുക്ക് സിംഗപ്പൂരിൽ നമുക്കൊരു സ്കൈ ട്രെയിൻ ഉണ്ട്. നമുക്ക് ഒരു ടെർമിനലിൽ നിന്ന് വേറൊരു ടെർമിനലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സ്കൈ ട്രെയിനിലൂടെയേ പോകാൻ പറ്റുള്ളൂ. എൻ്റെ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്ത ടെർമിനൽ 2 ആണ്. പക്ഷേ എനിക്ക് എൻ്റെ ഡിപ്പാർച്ചർ ടെർമിനൽ 3 ആയിരുന്നു. അപ്പം എനിക്ക് വേറെ ആരെയും പരിചയമില്ല, ആരും തന്നെ ഇല്ല. എല്ലാവരെയും നോക്കിയിട്ട് ഓൾ ഫോറിനേഴ്സ്, മലയാളികളെ എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ അവിടെ എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ദ പേഴ്സൺ ഹു സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു സംവെയർ, എനിക്ക് ആരാന്ന് പോലും എനിക്കറിയില്ല, ഒരു അപ്പാപ്പൻ. ഹി വാസ് സ്റ്റാൻഡിങ് ദർ. ഹി വാസ് ഇൻ ദാറ്റ് എയർപോർട്ട്, ലൈക്ക് എയർപോർട്ട് സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു. ഞാൻ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ക്യാൻ ഐ നോ വിച്ച് ഇസ് ദി ഡയറക്ഷൻ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വേഗം ഫോൺ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ, ഈ ഫ്ലൈറ്റ് ടെർമിനൽ 3 A13 ആണ്, സോ അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഡയറക്ഷൻസ് നോക്കി പോയി. ഞാൻ കറക്റ്റ് ആ സ്കൈ ട്രെയിനിൻ്റെ അവിടെ ചെന്ന് നിന്നു. ഞാനിങ്ങനെ ദൈവമേ ഡിലേ എനിക്കറിയില്ല കാര്യങ്ങൾ. അപ്പം ഞാനിങ്ങനെ എന്താ ട്രെയിൻ വരാത്തത്. പെട്ടെന്ന് ട്രെയിൻ എത്തി. അപ്പോഴേക്കും ഞാനൊരു ഫാമിലിയെ കണ്ടു, പക്ഷെ ഞാൻ അപ്പോൾ സംസാരിച്ചില്ല. എന്നിട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ ട്രെയിൻ പോയി സ്റ്റേഷനിൽ നിർത്തി, മിക്കവരും ഇറങ്ങി. കുറച്ച് പേര് ആ ട്രെയിനിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ റിയലൈസ് ചെയ്തത് ഇത് തന്നെയാണോ A13 എന്ന് പറയുന്ന സ്ഥലം? എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു മലയാളി ഫാമിലിനോട് ചോദിച്ചു. ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, ഒരു കൊച്ചുണ്ടായിരുന്നു, 2 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു, ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ സിംഗപ്പൂർ ഇതിൽ വന്നേക്കുന്നത്, എനിക്ക് പെർത്തിലേക്കാണ് പോകാനുള്ളത്, അപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഷീ വാസ് ലൈക്ക്, ഓക്കെ, യു ക്യാൻ ചെക്ക് ദിസ് ബോർഡ് എന്ന് പറഞ്ഞു. നമുക്ക് അവിടെ സ്ക്രീൻ ഉണ്ട്, അപ്പോൾ അതിൽ കാണാം. ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് എവിടേക്കോ കാണുന്നുണ്ട്, പക്ഷേ A13 ഇതാണ്, പക്ഷേ എവിടെയാണ് A13 എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ പുള്ളിക്കാരത്തേക്കും വലിയ ഫെമിലിയർ അല്ല, ഈവൻ ഹസ്ബൻഡിനും അറിയത്തില്ല. ദേവ ടെല്ലിങ് ആ ട്രെയിൻ തന്നെ പിടിച്ച് അടുത്ത സ്റ്റേഷനിലേക്കാണ് ഇറങ്ങേണ്ടതെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ കിളി പോയി, കാരണം അതിനുള്ള ടൈം എനിക്കില്ല. അപ്പം ഞാനിങ്ങനെ ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യും, എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ടെൻഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്.
അപ്പം അവർ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ എന്ത് നോക്കാനാ, ഞാനിങ്ങനെ ദൈവമേന്ന് വിളിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് A13 എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പം ഇവന് ഇറ്റ്സ് ദ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടി. ഐ വാസ് റണ്ണിങ്, കീപ്പ് ഓൺ റണ്ണിങ്. ഭയങ്കര വലിയ എയർപോർട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. ഇത് കണക്ഷൻ ഫ്ലൈറ്റ് അല്ലേ. കണക്ഷൻ ഫ്ലൈറ്റ് ആകുമ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് ഡിലേ ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ കണക്ഷൻ ഫ്ലൈറ്റും ഡിലേ ആകും, ഈ അടുത്ത ഫ്ലൈറ്റും ഡിലേ ആകും എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം വീണ്ടും എനിക്കൊരു 10 minutes റിലാക്സിങ് ടൈം കിട്ടി. ഞാൻ ബോർഡിങ് എടുത്ത് കഴിഞ്ഞിട്ടും ദേ വർ ആസ്ക് മീ ടു സിറ്റ് ദെയർ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് കുറേ സമയം കിട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഡിക്ലറേഷൻ, ഒരു ഫോം തരും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ലഗേജിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. പെർത്തി ചെല്ലുമ്പോൾ ഇവർ ചോദിക്കും. സോ ഞാൻ കാര്യമായി ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഒരു സാധനവും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ്. ഈ അച്ചാറും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് വരേണ്ട കാര്യം ഇല്ല. കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി സാധനങ്ങൾ കിട്ടുന്ന ഒരു പ്ലേസാണ്. പക്ഷേ ഇറ്റ്സ് എക്സ്പെൻസീവ്. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആദ്യത്തെ ഫ്ലൈറ്റിൽ വരാതിരിക്കുക, എടുക്കാതിരിക്കുക. ഞാൻ ആകെ മെഡിസിൻസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മെഡിസിൻസ് എന്ന് തന്നെ ഡിക്ലെയർ ചെയ്തിട്ട് ഞാനത് ടിക്ക് ചെയ്യുകയാണ് ചെയ്തത്. മീൻസ് ഇവിടെ ടിക്കല്ല, ഇവിടെ എല്ലാം ഇൻറ്റു ആണ്. സോ ഐ തോട്ട് ലൈക്ക് ഐ ഡിഡ് എ ക്രോസ് മാർക്ക്, ഞാൻ ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ഫ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ വാസ് ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് എ വിൻഡോ സീറ്റ്. എനിക്ക് വ്യൂ കാണാനല്ല, ഇറ്റ്സ് മെയിൻലി വിൻഡോ സീറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് മാറിക്കൊടുക്കേണ്ട കാര്യം വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അറ്റത്തെ സീറ്റ് എടുക്കണം, നമുക്ക് കാലൊക്കെ സ്ട്രെച്ച് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരിക്കലും മിഡിൽ സീറ്റ് ഞാൻ പ്രിഫർ ചെയ്യില്ല. പക്ഷേ എങ്ങനെയോ എനിക്ക് ആദ്യത്തെ ഫ്ലൈറ്റിൽ മിഡിൽ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. മിഡിലിൽ ആരുമില്ല. പിന്നെ ഉള്ളത് ഒരു ചെറിയൊരു പയ്യനാണ്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഉറങ്ങി. എനിക്കറിയില്ല, ഞാൻ കയറിയ ഉടനെ തന്നെ നെക്ക് റെസ്റ്റ് വെച്ചു. ഐ സ്ലെപ്റ്റ്. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷേ എയർപോർട്ടിൽ, ഞാൻ സിംഗപ്പൂർ എയർപോർട്ടിൽ നിൽക്കുന്ന ടൈമിൽ ഐ ഗോട്ട് വൈഫൈ കണക്ഷൻ. ഞാനപ്പോൾ വീട്ടിൽ ടെക്സ്റ്റ് ചെയ്തു, ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ബിക്കോസ് അവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. 1 hour ലേ ഓവറേ ഉള്ളൂ. ഞാൻ എന്താ കാണിക്കാൻ പോണേന്നും അവർക്കറിയില്ല. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലേക്ക് പോകുന്നതും. ആൻഡ് സെക്കൻഡ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ, ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ വേഗം ടെക്സ്റ്റ് ചെയ്തു, ഞാൻ സേഫായിട്ട് എത്തി, ഞാൻ ബോർഡിങ് ചെയ്തു, ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫ്ലൈറ്റിൽ കയറും, എവറിത്തിങ് ഫൈൻ, യു ക്യാൻ സ്ലീപ്പ്. കാരണം ഞാൻ ഇവിടെ ഒരു 6 മണിക്ക് എന്തോ ആണ് സിംഗപ്പൂരിലെത്തിയത്. നമ്മുടെ നാട്ടിലപ്പോൾ മേ ബി ഒരു 4 o'clock അങ്ങനെ എന്തോ ആണ് ടൈം വരുന്നത്. എന്തോ 2.5 മണിക്കൂർ ഡിഫറൻസാണ് വരുന്നത്. സോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഉറങ്ങിക്കോ, ഞാൻ എന്തായാലും ഇപ്പോൾ കയറും. പിന്നെ അതും പറഞ്ഞ് ഞാൻ ഫ്ലൈറ്റിൽ കയറി നല്ലൊരു ഉറക്കം ഉറങ്ങി. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് എനിക്ക് ഫുഡ് കിട്ടിയില്ല. അവരെന്നെ വിളിച്ചോന്ന് എനിക്കറിയത്തില്ല. സാധാരണ നമ്മൾ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവും, ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് ഐ ഗോട്ട് ദാറ്റ് മച്ച് ഗുഡ് സ്ലീപ്പ്. സോറി, അത്ര നല്ലൊരു ഉറക്കമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 1 hour മുന്നേ ഫ്ലൈറ്റ് പെർത്തിലെത്തുന്നതിൻ്റെ 1 hour, ഒരു 4 hour ട്രാവലിംഗ് ആണ് നമുക്ക് പെർത്ത്. അതായത് കൊച്ചി ടു സിംഗപ്പൂർ 4 hour, സിംഗപ്പൂർ ടു പെർത്ത് 4 hour, അങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ 8 hours ആണ് വരുന്നത്. പക്ഷെ കുറച്ച് ഡിലേ ഒക്കെ വന്നപ്പോഴേക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും ഒരു 1 hour കൂടി ഉണ്ട് ലാൻഡിങ്ങിന്. അപ്പോൾ എനിക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സോ ഐ വാസ് ലുക്കിംഗ് അറ്റ് ദി എയർ ഹോസ്റ്റസ്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ കൈ പൊക്കി, ഞാൻ പറഞ്ഞു ക്യാൻ ഐ ഗെറ്റ് സം ഹോട്ട് വാട്ടർ. അപ്പോൾ അവനെനിക്ക് ഹോട്ട് വാട്ടർ കൊണ്ടുവന്ന് തന്നു. അത് 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ ഹോട്ട് വാട്ടർ കൊണ്ടുവന്ന് തന്നത്. അപ്പോഴേക്കും ഫുഡിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അവർ ആരും കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞ് അവർ കുറച്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യണം. പക്ഷെ ഞാൻ ജ്യൂസ് കുടിച്ചില്ല. കാരണം എനിക്ക് മേ ബി എന്തെങ്കിലും എനിക്ക് ട്രാവലിംഗ് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജ്യൂസൊന്നും കുടിച്ചില്ല. വൺസ് അത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ്റെ ടൈമുണ്ട്, കസ്റ്റംസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചെല്ലണം. ആ ടൈമിലൊക്കെ ഞാനിങ്ങനെ ഒന്ന് കറങ്ങണേ. കാരണം 7 kg ബാഗ് എൻ്റെ ഷോൾഡറിലുണ്ട്. ഞാൻ ഇതും കൊണ്ടാണ് നടക്കുന്നത്. ഞാൻ ഡിക്ലറേഷൻ ഫോമൊക്കെ ഞാൻ നേരത്തെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പേരും നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് നമ്മൾ തന്നെ നമ്മുടെ ലഗേജ് എടുക്കണം. എടുത്ത് പൊക്കി ട്രോളിയിൽ വെച്ച്, ഇവിടെ ട്രോളിക്കൊന്നും നമ്മൾ ഒന്നും ചാർജ് ചെയ്യുന്നില്ല കേട്ടോ. ചിലയിടത്ത് പറയണ കേട്ടിട്ടുണ്ടായിരുന്നു എന്തോ $1 എന്തോ കൊടുക്കണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ട്രോളി എടുക്കാം, നമ്മുടെ ലഗേജ് വരുമ്പോൾ അതെടുത്ത് വെക്കാം. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്നു, കസ്റ്റംസിൻ്റെ അവിടെ ചെന്നു. അപ്പോൾ അവരതിങ്ങനെ കാണിച്ചിട്ട്
അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഐ ഷുവർ യു ഡിഡ്ന്റ് ബ്രിങ് എനി ഫുഡ് ഐറ്റംസ് ഓർ എനിത്തിങ്, ഇഫ് വി കുഡ് ഫൈൻഡ് ലൈക്ക് എനിത്തിങ് ഇറ്റ് വിൽ ബി എ ബിഗ് ഒഫെൻസീവ് തിങ്, നിങ്ങൾക്ക് ജയിൽ ശിക്ഷ വരെ ഉണ്ടാകും, നിങ്ങൾ ചിലപ്പോൾ വിസ ക്യാൻസൽ ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നത്തിങ് ഇസ് ദയർ. സോ ദേ ആസ്ക് മീ, ഇത് നിങ്ങൾ തന്നെയാണോ പാക്ക് ചെയ്തത്? ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് പാക്ക് ചെയ്തത്. അവർ പറഞ്ഞു ഓക്കെ ഫൈൻ, സ്കാനറിലേക്ക് വെക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പെട്ടിയൊക്കെ എടുത്ത് പൊക്കി അവിടെ എടുത്ത് വെച്ച്, 2 പെട്ടി എടുത്ത് പൊക്കി വെച്ച് അവരത് സ്ക്രൂട്ടിനി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹേ ഹാവ് എ ഗുഡ് ജേണി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സൈഡിൽ പട്ടിയൊക്കെ ഉണ്ട്, ഡോഗ് സ്ക്വാഡ് ഉണ്ട്. ഇറ്റ്സ് ബിക്കോസ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേയിലാണ് വിടുന്നത്. അപ്പോൾ ആ പട്ടി വന്ന് നമ്മൾ മടക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോകണം. പക്ഷെ താങ്ക്ഫുള്ളി ഞാൻ ഒന്നും കൊണ്ടുപോകാഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റി. പുറത്ത് എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ജേണി. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷെ 1 hour ലേ ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് സമയം പെട്ടെന്ന് കുറേ നേരം അവിടെ തേരാപ്പാര നടക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ 1 hour ലേ ഓവറാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നമുക്ക് എത്തേണ്ടടുത്ത് എത്താം. പക്ഷേ ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ 3 hours ലേ ഓവർ ഉണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് ടൈം, ഇനഫ് ടൈം. നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സും കൂടി ഉണ്ടെങ്കിൽ, എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ അവിടെ കുത്തിയിരുന്നിട്ടും കാര്യമില്ല. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 hour നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാം, കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതും എല്ലാം ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഓസ്ട്രേലിയ എങ്ങനെയുണ്ട്, ഈ 2-3 ആഴ്ച കൊണ്ട് എനിക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളതും നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ.